ഗുരുവായൂരിലെ കണ്ണന് എല്ലാവരും തുല്യരാണ്. അവിടെ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടിയെന്നോ പൊട്ടുതൊട്ട ഹിന്ദു എന്നോ ഇല്ല. പക്ഷെ ഓരോ ഭക്തനും ഗുരുവായൂർ അമ്പലനടയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരം ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ഒരിടമാണ് ഗുരുവായൂർ. അവിടെ തെറ്റുപറ്റിയത് അകമഴിഞ്ഞ് കണ്ണനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ജസ്നയ്ക്ക് തന്നെയാണ്. സ്നേഹത്തോടെ ജസ്നയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ തൻ്റെ ഒരു കുറിപ്പിലൂടെ. ജസ്നയെ തള്ളി പറയുന്നില്ല, എന്നാൽ ജസ്നയ്ക്ക് പറ്റിയ തെറ്റുകൾ പറഞ്ഞ് തിരുത്തുന്നു. ഒപ്പം കണ്ണൻ്റെ ചിത്രങ്ങൾ ഇനിയും വരയ്ക്കാൻ സകല നന്മകളും നേരുകയാണ്. കുറിപ്പ് വായിക്കാം. നമസ്തേ. ശ്രീമതി ജസ്ന സലീമിന് ഭക്തന്മാരുടെ ഭക്തനായ കണ്ണൻ, കൗരവസഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ്രൗപദി ഹൃദയനിവാസ കൃഷ്ണ എന്ന് വിളിച്ചു കരഞ്ഞപ്പോൾ ഓടി വന്ന് രക്ഷിച്ച കണ്ണൻ, ദുര്യോധനന്റെ കൊട്ടാരം കാണാൻ ചെരുപ്പഴിച്ച് പുറത്തുവെച്ചു പോയ ദ്രൗപദി തിരികെ എത്തും വരെ ആ പാതകങ്ങൾക്ക് കാവലിരുന്ന എൻ്റെ കണ്ണൻ, തലവേദനയ്ക്ക് രാധ ചവിട്ടിയ വൃന്ദാവനത്തിലെ പാദധൂളികൾ നെറ്റിയിൽ ചാർത്തിയ എൻ്റെ കണ്ണൻ, സാളഗ്രാമത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നാരായണൻ എന്ന് തിരിച്ചറിയാതെ ഇറച്ചിക്കാരൻ ഇടയ്ക്ക് മാത്രം വിളിക്കുന്ന നാരായണ നാമം തനിക്ക് മതി എന്നും, അതിനാൽ അത് അവരിൽ നിന്നും കൊണ്ടുപോയ സന്യാസി വര്യൻ ഇറച്ചി വിൽപ്പനക്കാരന് തൂക്കക്കട്ടിക്ക് പകരം തൂക്കാൻ അതേ സാളഗ്രാമം തിരികെ എത്തിക്കണമെന്നും കൽപ്പിച്ച ഭഗവാൻ, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ഭഗവാൻ, ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു കണ്ണൻ, ആ ഭഗവാൻ തട്ടമിട്ട് ഉമ്മച്ചിക്കുട്ടി സ്നേഹത്തോടെ വരച്ചുകൊണ്ടുവരുന്ന തൻ്റെ ചിത്രവും സ്വീകരിക്കുമെന്നതിൽ തർക്കമില്ല. പ്രിൻ്റ് എടുത്തതായാലും മറ്റാരെങ്കിലുമാൽ വരച്ചതാണെങ്കിലും എൻ്റെ കണ്ണൻ അതൊന്നും പ്രശ്നമാകില്ല. സ്നേഹത്തോടെ ഭക്തിയോടെ എൻ്റെ കണ്ണന് സമർപ്പിച്ചു കൊടുത്താൽ മുട്ട ചേർത്ത കേക്കായാലും എൻ്റെ കണ്ണൻ അത് രുചിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ എന്ന കരുതൽ, നിഷ്കാമ ഭക്തി, ഇത് രണ്ടും ചേർത്ത് നിനക്കെന്തും സമർപ്പിക്കാം. അത് പക്ഷേ സ്വന്തം വീട്ടിലാകണമെന്ന് മാത്രം. ഇവിടെ ഒരു ഗുളിക കഴിക്കാൻ കൊടുത്താൽ പോലും കണ്ണന് സമർപ്പിച്ച് മാത്രം കഴിക്കുന്ന ഒരു 8 വയസ്സുകാരിയുണ്ട്. അവളുടെ അമ്മ ആയതിനാൽ ഗുളിക കഴിക്കുന്ന കണ്ണൻ കേക്കും കഴിക്കും എന്നെനിക്ക് പറയാം. അത് പക്ഷേ താന്ത്രിക വിധി പ്രകാരം ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ആരാധനാലയങ്ങളിലാവരുത്. ആരാധനാലയത്തിന് പുറത്ത് നടപ്പന്തലിലല്ലേ എന്ന് ചോദിക്കുന്നവരോട് നാളെ കൃഷ്ണഭക്തിയായ ഒരു കുട്ടി വന്നിട്ട് ചിക്കൻ ബിരിയാണി നടപ്പന്തലിൽ പങ്കുവച്ചാലും അത് ശരിയെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിച്ച് വായു ശുദ്ധീകരിക്കാതെ മലമൂത്ര വിസർജനം നടത്തിയാൽ ദേഹം ശുദ്ധീകരിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നിരിക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ നിൽക്കുന്നവർക്ക് കേക്ക് വിതരണം നടത്താൻ പാടില്ലായിരുന്നു. മാത്രമല്ല, പങ്കുവെച്ച ഭക്ഷണം ഒരാളുടെ വായിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ അത് എച്ചിലാണ്. അത് കഴിച്ച് ആരും അകത്തേക്ക് കയറില്ല. ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ലക്ഷ്മിപ്രിയ കുറിക്കുന്നു. അത് മറ്റു മതസ്ഥരുടേത് ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മിലേക്ക് ചൂണ്ടപ്പെടാവുന്നതെല്ലാം നാം ഒഴിവാക്കണം. റീൽസ് എടുക്കാനും കോപ്രായങ്ങൾ കാട്ടാനുമുള്ള സ്ഥലങ്ങളല്ല ആരാധനാലയങ്ങൾ. അത് ഗോഷ്ഠി കൂടിയാണെങ്കിൽ വല്ലാതെ മുറിപ്പെടും. സനാതന ധർമ്മികൾക്കും മതവും ജാതിയും ഒന്നും പ്രശ്നമല്ല. അവർ നിങ്ങളെ ഇത്ര കാലവും രണ്ടകികളും നീട്ടി സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിത്രങ്ങൾ വാങ്ങിയത് മറ്റു മതസ്ഥരല്ല, സനാതനികൾ തന്നെയാണ്. എടുക്കുന്ന തൊഴിലിനോടും ചേർത്ത് നിർത്തുന്ന കൈകളോടും അല്പം ബഹുമാനമാവാം. മതം, ജാതി, ആരാധനാമൂർത്തികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ജാഗ്രത കാട്ടണം. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കേക്കിൽ ഒരുപക്ഷെ മുട്ടയില്ലായിരിക്കാം, പക്ഷേ എന്തിനാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? അറിവില്ലായ്മ എന്നാണ് ഉത്തരമെങ്കിൽ അറിവില്ലാത്തത് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ ഭക്തയാണോ അല്ലയോ എന്നത് ഞങ്ങളുടെ വിഷയമല്ല. അത് അളക്കാനുള്ള അളവുകോൽ നിങ്ങളുടെ ഉള്ളിലാണ് വേണ്ടത്. അത് അളന്നതുകൊണ്ട് മറ്റൊരാൾക്ക് യാതൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയും റീൽസും അല്ല ജീവിതം. അതാണ് എന്ന് തെറ്റിദ്ധരിച്ച് കോപ്രായങ്ങൾ കാട്ടുന്നതാണ് നിങ്ങൾക്കും നിങ്ങളെപ്പോലെ ഉള്ളവർക്കുമുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. ഒന്നും ആരും വരുത്തിയതല്ല. സർവ്വതിനെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കൂ. കുഴലൂത്തും കോമാളിക്കളിയും തല്ലുണ്ടാക്കാനുമുള്ള വേദിയായി ദയവായി ഗുരുവായൂർ അമ്പല പരിസരത്തെ കാണാതെ ഇരിക്കൂ. പിന്നെ ഹൈന്ദവർ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത് കാലാതീതമാണ്. നിങ്ങൾക്ക് നന്മ വരട്ടെ. ശ്രീമതി ജസ്ന സലീം, ലക്ഷ്മിപ്രിയ. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെ വൃത്തിയായും ഭംഗിയായും ഒരാളുടെ വികാരത്തെ ഹനിക്കാതെ മനോഹരമായ ഭാഷയിൽ ലക്ഷ്മിപ്രിയ കുറിച്ചിരിക്കുന്നു. ഇത് ജസ്ന തീർച്ചയായും വായിക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അങ്ങനെ വായിക്കുമ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകൾ എന്താണ്, തനിക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് ജസ്നയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം കൃഷ്ണനെ ഒരിക്കലും വെറുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൃഷ്ണനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു ഹിന്ദുവും ഒരു സനാതനിയും ജസ്നയെ ഒരിക്കലും കുറ്റം പറയുകയില്ല എന്ന ആ ഒരു ബോധ്യവും ജസ്നയ്ക്കുള്ളിൽ ഉണ്ടാകാൻ ഈ കുറിപ്പ് ധാരാളം. ലക്ഷ്മിപ്രിയയ്ക്കും അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.